ചുവരിൽ എഴുതിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കഠിനമായ മത്സര പരീക്ഷകളിലൊന്നാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന സിവിൽ സർവീസ് എക്സാമിനേഷൻ. ഈ പരീക്ഷയിൽ വിജയിക്കുക എന്നത് പലർക്കും വർഷങ്ങളോളം കഠിനശ്രമവും സഹനവും ആവശ്യമായ ഒരു യാത്രയാണ്. എന്നാൽ തിരുവനന്തപുരം ജില്ലയിലെ നരുവാമൂട് എന്ന ചെറിയ ഗ്രാമത്തിൽ സാമ്പത്തികമായി വലിയ സൗകര്യങ്ങളില്ലാത്ത കുടുംബ സാഹചര്യത്തിൽ വളർന്നു വന്ന ശ്രീജ ജയസ് എന്ന യുവതിക്ക് ആ യാത്ര വളരെ വ്യത്യസ്തമായിരുന്നു. മാതാപിതാക്കളുടെ പിന്തുണ കൂടിയായപ്പോൾ ആദ്യ ശ്രമത്തിൽ തന്നെ അവൾ ഓൾ ഇന്ത്യയിൽ 57ാം റാങ്ക് കരസ്ഥമാക്കി. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ സേവനങ്ങളിലൊന്നായ ഇന്ത്യൻ ഫോറിൻ സർവീസ് അഥവാ IFS എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറി. ശ്രീജയുടെ കഥയെ പ്രത്യേകമാക്കുന്നത് അവൾ തൻ്റെ സ്വപ്നം പ്രകടിപ്പിച്ച ലളിതമായ രീതിയാണ്. പഠനമുറിയുടെ ചുവരിൽ അവൾ കുറച്ച് കുറിപ്പുകൾ എഴുതിയിരുന്നു. അതിലൊന്നാണ് ശ്രീജ JS IFS. 2 വർഷത്തോളം ആ വാക്കുകൾ അവളുടെ ലക്ഷ്യത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനസ്മരണയായി നിലനിന്നു. 2026 മാർച്ചിൽ പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ ചുവരിൽ എഴുതിയ ആ സ്വപ്നം യാഥാർത്ഥ്യമായി മാറി. പഠനമെന്നത് ശ്രീജയുടെ ജീവിതത്തിൽ എന്നും പ്രധാനപ്പെട്ടതായിരുന്നു. കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ പഠിച്ച ശേഷം അവൾ ഉയർന്ന പഠനത്തിനായി ചെന്നൈയിലേക്ക് പോയി. അവിടുത്തെ പ്രശസ്തമായ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. ഈ പഠനകാലത്താണ് അവൾക്ക് അന്താരാഷ്ട്ര ബന്ധങ്ങളും ആഗോള രാഷ്ട്രീയവും സംബന്ധിച്ച വിഷയങ്ങളിൽ താൽപ്പര്യം വളർന്നത്. തുടക്കത്തിൽ ശ്രീജയുടെ ലക്ഷ്യം IAS ഓഫീസറാകുക എന്നതായിരുന്നു. എന്നാൽ പിന്നീട് അന്താരാഷ്ട്ര വിഷയങ്ങളോടുള്ള താൽപ്പര്യം വർദ്ധിച്ചതോടെ ഇന്ത്യയെ ലോകവേദിയിൽ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യൻ ഫോറിൻ സർവീസിലേക്ക് പ്രവേശിക്കണമെന്ന തീരുമാനം അവളെടുത്തു. സ്ഥിരതയും ശാസ്ത്രീയമായ പരിശ്രമവുമായിരുന്നു അവളുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം. ശ്രീജ മനസ്സിൽ ഒരു പ്രത്യേക തീരുമാനമെടുത്തിരുന്നു. ഈ പരീക്ഷ അവൾ ഒരിക്കൽ മാത്രമേ എഴുതൂവെന്ന്. അതുകൊണ്ട് തന്നെ ആദ്യ ശ്രമം വിജയകരമാക്കണമെന്ന ദൃഢനിശ്ചയം അവൾക്കുണ്ടായി. ആ തീരുമാനം അവളെ കൂടുതൽ ശ്രദ്ധയോടും ആത്മവിശ്വാസത്തോടും കൂടി പഠിക്കുവാൻ പ്രേരിപ്പിച്ചു. തൻ്റെ വിജയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ശ്രീജ പറഞ്ഞ ഈ വാക്കുകൾ പലർക്കും പ്രചോദനമാകുന്നതാണ്. നാം ചന്ദ്രനെ ലക്ഷ്യമാക്കി സ്വപ്നം കാണുകയാണെങ്കിൽ കുറഞ്ഞത് നക്ഷത്രങ്ങളിലെങ്കിലും എത്തുവാൻ കഴിയുമെന്ന്. സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ശ്രീജയുടെ ജീവിത വിജയം ഇന്ത്യയാകെ നിരവധി യുവജനങ്ങൾക്ക് പ്രചോദനമായി മാറട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഇതുപോലെയുള്ള നല്ല വാർത്തകളും പുതിയ അറിവുകളും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ലഭിക്കുന്നതിനായി മലയാളി 360 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരിലേക്കും എത്തിക്കുന്നതിനായി പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.